എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ സാറിൻ്റെ അറിവിലേക്ക് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സഹകരണ മേഖല ഒരുപാട് രൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞ ഒരു കേസ് താങ്കളുടെ അറിവിലേക്ക് എത്തിക്കാനാണ് സാർ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2020 ഡിസംബറിൽ ആണ്ടൂർക്കോണം റെസിഡൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സഹകരണ ബാങ്കിലെത്തി ഡെപ്പോസിറ്റ് ചെയ്ത ഒരു പാർട്ടി, അതായത് 5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം, അങ്ങനെ 3 ഡെപ്പോസിറ്റുകളായിട്ട് ടോട്ടൽ 10 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് നടത്തുകയും 2 വർഷം കാലാവധിയിലത്തേക്ക് ആ ഡെപ്പോസിറ്റ് ഇടുകയും ഉണ്ടായി. 2 വർഷ കാലാവധി കഴിഞ്ഞതിന് ശേഷം അത് മെച്യൂർഡ് ആയതിനു ശേഷം 2022 തൊട്ട് ഈ ഒരു കാശ് കിട്ടുന്നതിന് വേണ്ടി അവർ ഒരുപാട് തവണ ഈ റെസിഡൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ആണ്ടൂർക്കോണം റെസിഡൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കയറി ഇറങ്ങുകയുണ്ടായി. ഇപ്പോൾ ഫെബ്രുവരി 2024 ആകുമ്പോൾ, അതായത് ഒരു വർഷം അധികം ഇവർ ഈ കാശ് കിട്ടാൻ വേണ്ടി അവിടെ കയറി ഇറങ്ങിയിട്ടും അവരുടെ കാശ് അവർക്ക് കിട്ടിയിട്ടില്ല. 2024 ജാനുവരിയിൽ അവരൊരു ചെക്ക് കൊടുത്തു. പോസ്റ്റ് ഡേറ്റഡ് ആയിട്ട് ഫെബ്രുവരി 12-ാം തീയതി ഡേറ്റ് ഇട്ട് ഒരു ചെക്ക് കൊടുക്കുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് ബൗൺസായി. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാർ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് നമ്മുടെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് വിശ്വസിച്ച് സഹകരണ മേഖലയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ വരുന്ന സമയത്ത് സഹകരണ മേഖലയുടെ മേൽ വരുന്ന ആരോപണങ്ങൾ തള്ളിക്കളയണം എന്നൊക്കെയുള്ള പോസ്റ്റുകൾ ഞാൻ പലയിടത്തും കണ്ടു. സഹകരണ മേഖല ജനങ്ങളോടൊപ്പം നാടിനോടൊപ്പം എന്നുള്ള ക്യാപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ നമുക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ ആ കാശിന് ഒരു മൂല്യം ഉണ്ടാവുന്നില്ല. നമ്മൾ അധ്വാനിച്ച കാശ് നമ്മൾ ഒരിടത്ത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരിടത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്കൊരു എമർജൻസി വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരുന്നത് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് ഒരു ഉചിതമായ ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു കേസിൽ ആ കാശ് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് അവരുടെ കാശ് തിരിച്ച് കിട്ടാനുള്ള സ്റ്റെപ്സും താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ.